നിർദ്ദേശ വാർത്തയിലേക്ക് നമ്മളിനി കടക്കുകയാണ്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. വെടിനിർത്തലിന് ശേഷം സമാധാന കരാർ എന്ന സെലൻസ്കിയുടെ നിലപാടിനെ പിന്തുണയ്ക്കുകയാണെന്ന് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ. യുക്രൈൻ വിഷയത്തിൽ അലാസ്കയിലെ ആങ്കറേജിൽ നാളെയാണ് പുടിൻ ട്രംപിൻ്റെ ചരിത്രപരമായ കൂടിക്കാഴ്ച നടക്കുക. അലാസ്കയിലേക്കുള്ള യാത്രയിലാണ് നമ്മുടെ അമേരിക്കൻ പ്രതിനിധി മധു കൊട്ടാരക്കര. മധു തത്സമയം ചേരുകയാണ്. മധു, ഗുഡ് ഈവനിങ്. അവിടെ ഗുഡ് മോർണിംഗ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യാത്ര എവിടെ വരെ ആയി? ഇപ്പോൾ യാത്ര ബാഗ് അടുക്കി തുടങ്ങിയതേ ഉള്ളൂ. SKN വൈറ്റ് ഹൗസിൽ നിന്ന് മാധ്യമ പ്രവർത്തകർക്കായിട്ടുള്ള ഒരു ചാർട്ടർ വിമാനമുണ്ട്. അതിൽ വേണമെങ്കിൽ നമുക്ക് പോകാം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തം നിലയ്ക്ക് പോകാം. ഞാൻ സ്വന്തം നിലയ്ക്ക് ന്യൂജേഴ്സിയിൽ നിന്നാണ് പോകുന്ന കാര്യം വാഷിംഗ്ടണിൽ എത്താനുള്ള സമയക്കുറവുണ്ട്. SKN അല്പമണിക്കൂറുകൾക്ക് മുമ്പാണ് വൈറ്റ് ഹൗസിൽ നിന്ന് ഈ യാത്രാ പരിപാടികളുടെയും അതുപോലെ കൂടിക്കാഴ്ചയുടെയും വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വൈറ്റ് ഹൗസിൽ നിന്ന് രാവിലെ 6:30-ക്കായിരിക്കും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യാത്ര തിരിക്കുക. അദ്ദേഹം ഏതാണ്ട് 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ആങ്കറേജ് എന്ന സ്ഥലത്തെത്തും. 11 മണിക്കായിരിക്കും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ എത്തുക. വ്ളാദിമിർ പുടിനെ US പ്രസിഡന്റ് റൺവേയിൽ എത്തി സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ലെന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത്. 11:30-ക്കാണ് ഈ സുപ്രധാന മീറ്റിംഗ്, ട്രംപ് പുടിൻ കൂടിക്കാഴ്ച നടക്കുന്നത്. ഇന്ത്യയിൽ ശനിയാഴ്ച പുലർച്ചെ 1 മണിക്കായിരിക്കും ഈ കൂടിക്കാഴ്ചയുടെ സമയം. തുടർന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 5 മണിക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടാകാനുള്ള സാധ്യത പറഞ്ഞിട്ടുണ്ട്. അത് കൺഫേം ആയിട്ടില്ല. SKN കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇത് വളരെ ഡൗൺ പ്ലേ ചെയ്തിട്ടുള്ള മെസ്സേജുകളായിരുന്നു വൈറ്റ് ഹൗസിൽ നിന്ന് വന്നത്. അതായത് അധികം പ്രതീക്ഷിക്കേണ്ട, പുടിന് പറയാനുള്ളത് ട്രംപ് കേൾക്കുമെന്നാണ്. പക്ഷെ ഇന്ന് രാവിലെ ഡൊണാൾഡ് ട്രംപ് ഫോക്സ് റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. പുടിൻ ഒരു ഡീൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അമേരിക്കൻ മണ്ണിൽ എത്തുന്നതെന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല, ഇത് നല്ല രീതിയിൽ ചർച്ച പോയില്ലെങ്കിൽ അന്നേരം തന്നെ അദ്ദേഹം തിരിച്ച് മടങ്ങിപ്പോകും. ഇത് നല്ല രീതിയിൽ പോകുകയാണെങ്കിൽ യൂറോപ്യൻ ലീഡേഴ്സിനെയും സെലൻസ്കിയെയും വെച്ചിരുത്തി ഒരു ഡീലിലേക്ക് എത്തും. അത് മാത്രമല്ല, ഒരു പേപ്പറുകളിലും ഡൊണാൾഡ് ട്രംപ് ഈ ചർച്ചയ്ക്ക് ശേഷം ഒപ്പിടില്ല എന്ന് ഇരു രാജ്യങ്ങളുടെ പ്രതിനിധികളും പറഞ്ഞിട്ടുണ്ട്. യുക്രൈന്റെ വസ്തുക്കൾ വിറ്റ് അല്ലെങ്കിൽ അവരുടെ പിടിച്ചെടുത്ത മേഖലകൾ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു കോംപ്രമൈസിന് സെലൻസ്കിയോ അല്ലെങ്കിൽ യൂറോപ്യൻ ലീഡേഴ്സോ തയ്യാറല്ല എന്ന് ഡൊണാൾഡ് ട്രംപിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. SKN. താങ്ക് യു മധു കൊട്ടാരക്കര. താങ്കൾ അലാസ്കയിലേക്കുള്ള യാത്ര പെട്ടിയൊക്കെ പൂട്ടി കഴിഞ്ഞെങ്കിൽ യാത്ര തുടങ്ങുക. അലാസ്കയിലാണ് ചരിത്രപരമായ കൂടിക്കാഴ്ച നടക്കുക. യുക്രൈൻ യുദ്ധം അവസാനിക്കുമോ എന്ന് നമുക്ക് ഒരുപക്ഷെ ഇതിലൂടെ അറിയാൻ കഴിയും.